നടരാജ് പരശുറാമിലേക്ക് വീണ്ടും പോകും. നടരാജ്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്ത് ഏജന്റുമാർക്ക് നൽകുന്നത് അതത് ബൂത്തുകളിലെ വോട്ടർ പട്ടികയാണ്. അപ്പോൾ എല്ലാ ബൂത്തുകളിലുമായി ഇപ്പോൾ ആരുടെയും കൈവശം ഈ വോട്ടർ പട്ടികകൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഹിമാലയൻ ടാസ്ക് ആണെന്ന് CPM പോലെ ഒരു പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൂർണ്ണമായ വോട്ടർ പട്ടിക കിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള അതത് ബൂത്തുകളിൽ നിന്നുള്ള ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പൂർണ്ണമായ വോട്ടർ പട്ടിക ആരുടെയും കയ്യിലുണ്ടോ? നമ്മൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പല സ്ഥലത്തും ഇത്തരത്തിൽ അന്വേഷിച്ചാണ്. പൂർണ്ണമായ വോട്ടർ പട്ടിക നമുക്ക് ലഭിച്ചിട്ടില്ല. അത് സൈറ്റിൽ നിന്നും ശ്രമിച്ചപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ബൂത്തുകളിലെ വോട്ടർ പട്ടിക കിട്ടുന്നുണ്ട്. സംശയമുള്ള പല ബൂത്തുകളിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും പല ക്രമക്കേടുകളും നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞു. മറ്റു ഭാഗങ്ങളിൽ പരിശോധിച്ചപ്പോഴുള്ള ക്രമക്കേടുകളും പല ബ്യൂറോകളിൽ നിന്നായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതായത് വ്യാപകമായി പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് സെഗ്മെന്റ്സിൽ നിന്നും വരുന്ന വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നിരിക്കെ മൊത്തം വോട്ടർ പട്ടിക പരിശോധിച്ചാൽ എത്രത്തോളം കാര്യങ്ങൾ ഫലപ്രദമാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ ഇതിലൊരു ശ്രമം നടത്തുന്നത് ഇപ്പോൾ തൃശ്ശൂർ DCC ആണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 17 ബൂത്തുകളിലെ വോട്ടർ പട്ടിക DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ DCC പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നും പരിശോധന തുടങ്ങും. ഇങ്ങനെ പല ദിവസങ്ങളിൽ പരിശോധിച്ച ശേഷമുള്ള കണ്ടെത്തലുകൾ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിക്കാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അതിനൊരു ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ അഭിനന്ദനാർഹമാണ്. ഇത്തരത്തിൽ 17 ബൂത്തുകൾ കഴിഞ്ഞ ദിവസം DCC പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധിക്കുമെന്ന് DCC പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു അന്തിമ ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പല വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ DCC പുറത്തുവിടുകയുണ്ടായി. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഒരു വിവരം DCC പുറത്തുവിട്ടത് ശ്രദ്ധേയമാണ്. അതായത് നടത്തറ ഡിവിഷനിലുണ്ടായിരുന്ന ഒരു വീട്ടിൽ അന്ന് 5 വോട്ടാണ് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് കൃഷ്ണാപുരം ഡിവിഷനിലെ വീടായി മാറിയിരിക്കുന്നു. ആ വീട്ടിൽ 105 വോട്ടുകളുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അല്പസമയം മുമ്പ് പത്രസമ്മേളനത്തിൽ ചോദിച്ചു. ഇതുപോലെയാണ് വിഷയങ്ങൾ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലും ക്രമക്കേടുകൾ വരാൻ പോകുന്നു എന്ന വലിയ മുന്നറിയിപ്പാണ് DCC നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിശദമായ പരിശോധന നടത്തുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. മുഴുവൻ വോട്ടർ പട്ടിക ലഭ്യമായിട്ടില്ല. പക്ഷേ ലഭ്യമായ പല ഭാഗങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം.